കോട്ടയം കുമരകത്ത് സ്വകാര്യ റിസോർട്ട് ഗ്രൂപ്പ് 5 ഏക്കറോളം കായൽ പുറമ്പോക്ക് കയ്യേറിയതായി പരാതി. കായൽ പുറമ്പോക്ക് മണ്ണിട്ടുയർത്തി അനധികൃത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റിസോർട്ട് മാഫിയ എത്ര ആസൂത്രിതമായാണ് വേമ്പനാട്ട് കായൽ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ കയ്യേറ്റം. കുമരകം കൊച്ചുകായലിൽ സ്വകാര്യ റിസോർട്ട് ഗ്രൂപ്പ് കയ്യേറിയ കായൽ പുറമ്പോക്കാണിത്. ആദ്യം മത്സ്യകൃഷിക്കെന്ന പേരിൽ കായലിൽ തെങ്ങിൻ കുറ്റികൾ നാട്ടി അതിർത്തി തിരിക്കുക, പിന്നീട് സാവകാശം മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കി മാറ്റുക. വർഷങ്ങളായി റിസോർട്ട് മാഫിയ കായൽ കയ്യേറാൻ സ്വീകരിച്ചുവന്ന പതിവ് രീതി തന്നെയാണ് ഈ റിസോർട്ട് ഉടമകളും സ്വീകരിച്ചത്. 4.5 ഏക്കർ വരുന്ന കായൽ പുറമ്പോക്കിൽ പകുതിയിലേറെയും മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു. നികത്തിയിടത്ത് റിസോർട്ടിന്റെ ഭാഗമായി ബാസ്കറ്റ്ബോൾ കോർട്ടും നിർമ്മിച്ചു. കായലിലേക്കുള്ള ഇടത്തോടും റിസോർട്ട് ഉടമ ഇതിനകം തന്നെ മണ്ണിട്ട് സ്വന്തമാക്കി കഴിഞ്ഞു. കായൽ കയ്യേറ്റം തങ്ങളുടെ ഉപജീവന മാർഗം അടച്ചതായി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇത് കായൽ തന്നെയായിരുന്നു. ഈ സൈഡ് വരെ ഉണ്ടായിരുന്നു കായൽ. ഇവിടെ വെള്ളയ്ക്കുള്ള കരിമീൻ്റെ ഇവിടുത്തെക്കാർ കമ്പിളിച്ച് കൊണ്ടുവന്ന് വെള്ളം അടുപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഇതെല്ലാം മണ്ണിട്ട് ഉയർത്തി ഇടശ്ശേരിക്കാർ മണ്ണിട്ട് നികത്തിയിരിക്കുക. ഇവിടം വരെ ഇപ്പം കുറ്റി അടിച്ചിരിക്കുക, ഏരിയ അടിച്ചിരിക്കുമല്ലേ. ഏരിയ അടിച്ചത് അതും കൂടെ നികത്താനുള്ള പരിപാടിയാണ് അവർ, കായൽ നികത്താനുള്ള പരിപാടിയാണ്. റവന്യൂ രേഖകൾ പ്രകാരവും കായൽ പുറമ്പോക്കിനത്തിൽപ്പെടുന്നതാണ് ഈ 4.5 ഏക്കർ. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. വേമ്പനാട്ട് കായലിലെ വിസ്തൃതി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിന്റെ ഗണ്യമായി കുറഞ്ഞതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്തരം കയ്യേറ്റങ്ങൾ തുടക്കത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതാണ് വേമ്പനാട്ട് കായലിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് യഥാർത്ഥ കാരണം. ക്യാമറമാൻ സാംജിത്തിനൊപ്പം സാലി മുഹമ്മദ്, കോട്ടയം.